എനിക്ക് ഈ പ്രഷർ താങ്ങാൻ പറ്റില്ല. എനിക്ക് വല്ല ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ ചത്തു. ഞാനേ അച്ഛനോട് എല്ലാം തുറന്നു പറയാം കേട്ടോ. അതെ അമ്മ വിഷമിക്കാതെ, അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ലേ? ഇല്ല, ഒന്നും സംഭവിച്ചില്ലേ? നീ മിണ്ടരുത്. നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഞാൻ രവിയേട്ടനോട് ഇതുവരെ ഒരു കാര്യവും മറച്ചു വെച്ചിട്ട് എല്ലാ കാര്യവും പറഞ്ഞു. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതമ്മ നമുക്കൊരു വെപ്രാളം പരിവേഷമൊക്കെ ഉണ്ടാവും. ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ കള്ളത്തേരൊക്കെ ചെയ്യണേ. പിന്നെ അങ്ങ് ശീലമായിക്കോളും അമ്മ. ഓടി ഓടുന്നു. ഓരോരോ പ്രശ്നങ്ങളിൽ പോയി തലയും വെപ്പിച്ചു. എന്തോ അയ്യോ, എനിക്ക് വയ്യ. ഇത് എങ്ങനെ പറയും ഞാൻ അച്ഛനോട്? എന്ത് വിചാരിക്കും നമ്മളെ പറ്റി? അതെ, നീ അച്ഛൻ പറഞ്ഞ പോലെ ആ ഇംഗ്ലണ്ടുകാരി വല്ല ഉടായിപ്പോ ആണെങ്കിലോ? എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അങ്ങനെയൊന്നും തോന്നണില്ലേ? അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? അന്ന് വേറെ കഥ പറഞ്ഞില്ലേ? അത് വെച്ച് നോക്കുമ്പോ ഇത് സത്യം തന്നെ, പ്രശ്നം തന്നെ. ഇത് ആ പൈസ പോയി. എന്റെ 20,000 രൂപ, എന്റെ വള. അച്ഛേ അച്ഛേ, മുഖം എങ്ങനെ ഇരിക്കണേ? രവിയേട്ടാ, എന്തു പറ്റി? ഇതിൽ കൂടെ എന്തോന്ന് പറ്റേ? അച്ഛ എല്ലാം അറിഞ്ഞമ്മ. ഇനി ഒന്ന് വിളിച്ചേക്കണ പറഞ്ഞു. രവിയേട്ടാ, ഒരു അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം. വേണമെന്ന് വെച്ച് ചെയ്തതല്ല. സമ്മാനം കിട്ടുമല്ലോ എന്ന് അറിഞ്ഞപ്പോ. ഒരു സമ്മാനം കിട്ടിയാ? വരും, കാത്തിരുന്നോ. എന്റെ മണി, ഇത്ര നാളായിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു. ഒരു കാര്യമെങ്കിലും ഞാൻ നിങ്ങളെ മറച്ച് ചെയ്തിട്ടുണ്ടോ? എന്തേലും ചെയ്തിട്ടുണ്ടോ? നിനക്ക് എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നു. രവിയേട്ടാ, ക്ഷമിക്ക്. തെറ്റ് പറ്റിപ്പോയി, അറിയാം. പക്ഷെ പിള്ളേരെല്ലാം കൂടെ നിർബന്ധിച്ച് പതുക്കെ 20,000 രൂപ കൊടുത്ത് അമ്മ കുറ്റം പറയണ്ട അച്ഛാ. ഞങ്ങൾ എല്ലാരും കൂടി ചേർന്നിട്ടാണ്, പറയണ്ടെന്ന് പറഞ്ഞിട്ടാണ് അമ്മ പറയാത്തത്. അല്ല, അച്ഛൻ എങ്ങനെ അറിഞ്ഞ? മക്കളെ, അച്ഛൻ എവിടെ ജോലി? ബാങ്കിലല്ലായിരുന്നോ? ആണോ? അല്ലേ അല്ലേ, അത് ഓർമ്മ വേണം. ഞാൻ റെങ്കിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കി, ട്രാൻസാക്ഷൻ കണ്ട്. അച്ഛാ, ഒരു അക്കൗണ്ട് എങ്ങനെയും ട്രേസ് ചെയ്തെടുക്കാൻ പറ്റുമോ? അതൊന്നും പറ്റൂല. അവരൊക്കെ പഠിച്ച കള്ളന്മാരാണ്. പറ്റൂലല്ലേ? ഓ, 20,000 രൂപ ഗോപി. കഷ്ടം. ഇനി എന്ത് ചെയ്യും? അതൊക്കെ പോട്ട്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതോർത്ത് വിഷമിക്കണ്ട. ഞാൻ ഒരു കാര്യം എല്ലാവരും കൂടെ പറയാം. ഈ നമ്മളെ ഒരു പരിചയമില്ലാത്തവർ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചാൽ കൊടുക്കരുത്. ചില മെസ്സേജുകളൊക്കെ വരും. പിൻ നമ്പർ വേണം, OTP നമ്പർ വേണം, അക്കൗണ്ട് നമ്പർ വേണം. അതൊക്കെ കൊടുക്കരുത്. കൊടുക്കാതിരിക്കാൻ റിപ്ലൈ കൊടുക്കരുത്. അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. മനസ്സിലായോ? ആരും നമുക്ക് ഫ്രീ ആയിട്ട് ഒന്നും ചെയ്യാൻ പോണില്ല ഇക്കാലത്ത്. ഉദാഹരണത്തിന്, ഒരു 1000 രൂപയുടെ ഒരു ഡ്രസ്സാണെങ്കിൽ അവർ 2000 രൂപ വില ഇട്ടിട്ട് അതിൽ ഓഫർ എന്ന് പറഞ്ഞാൽ 500 രൂപ കുറച്ച് 1500 വിൽക്കും. അങ്ങനെയാണ് ഇപ്പൊ നടക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി. മണി വന്ന് നീ വാ. അച്ഛൻ ഇതെങ്ങനെ അറിഞ്ഞേ? നിങ്ങളെ പണയം വെക്കാൻ വേണ്ടി കൃഷ്ണ ബാങ്കേഴ്സിൽ പോയില്ലേ? പോയി. അതിന്റെ ഓണർ ഗോപാലകൃഷ്ണൻ എന്നെ വിളിച്ചിരുന്നു. അങ്ങനെ വിളിച്ച് കാര്യമെല്ലാം പറഞ്ഞു. പക്ഷെ ഞാൻ അപ്പം വിശ്വസിച്ചില്ല മണി. പിന്നെ തിരിച്ചു വന്നപ്പോ അവിടെ കയറി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, ഇതെടുത്തോണ്ട് ഇങ്ങ് വന്നു. ഏട്ടാ, സോറി. ഇനി ഇതേപോലത്തെ അബദ്ധത്തിലൊന്നും വീഴൂല. സോറി ഏട്ടാ. കുഴപ്പമില്ല. നീ ഹാപ്പി അല്ലേ? എന്താണ്? കൊറിയർ. ആര് കൊറിയർ? എന്റെ പേരില്. അമ്മയുടെ പേരിലല്ലേ? അമ്മയുടെ പേരില് കൊറിയറാ? കണ്ടോ അച്ഛാ, കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ? ഓ, എന്തൊക്കെയായിരുന്നു. കുട്ടിരടി. എന്തൊക്കെയായിരുന്നു അച്ഛാ? ഫേക്ക്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് വെറുതെ ആന്റി വെറുതെ സംശയിച്ചു. പതുക്കെ പൊട്ടിക്കുന്നു. ഫോണാ?
തുറ ഇത് അങ്ങനെ വിചാരിച്ച പെട്ടെന്ന് തുറക്കാൻ പറ്റൂ? ഞാൻ സീലൊക്കെ ചെയ്ത് വെച്ചേക്കല്ലേ. ഒരു നോട്ട്. കത്തോ? എന്താ എഴുതിയിരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട പിങ്കി മോക്ക് അച്ഛന്റെ വക സമ്മാനം. അച്ഛാ, അച്ഛൻ മേടിച്ചതാ എനിക്കോ? താങ്ക് യു അച്ഛാ. അച്ഛൻ നല്ല രസമുണ്ട്. അച്ഛൻ എങ്ങനെ അറിഞ്ഞ എനിക്ക് ഫോണ് വേണമായിരുന്നെന്ന്? നിങ്ങളെ ഓരോ കാര്യം അച്ഛൻ അറിഞ്ഞൂടെ? താങ്ക് യു അച്ഛാ, താങ്ക് യു. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.